നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് AC വോൾട്ടേജ് എന്താണ്, DC വോൾട്ടേജ് എന്താണ്, പിന്നെ നമ്മൾ നോക്കാൻ പോണത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, AC വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേര് തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. അത് ആൾട്ടർനേറ്റീവ് കറണ്ട്. DC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞായിരുന്നു AC കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. ഇതൊരു ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ AC കറണ്ടിനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും AC കറണ്ടിന്റെ സഞ്ചാരപാത എന്ന് നമുക്ക് പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. ഓക്കെ, ഇതുപോലെ വേവ് തിരമാലകളുടെ അടിസ്ഥാനത്തിലാണ് AC കറണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഓരോ തവണയും AC കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ടും താഴേക്കും പോയിക്കൊണ്ട്, അതായത് ഒരു തിരമാലയുടെ രീതിയിൽ തന്നെ നമുക്കിത് പറയാൻ കഴിയും. അതിനെയാണ് AC കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ DC കറണ്ടിനെ നമ്മളൊരു ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കാണുന്നത്. ഒരു നേർരേഖയിലായിരിക്കും DC കറണ്ടിൻ്റെ സഞ്ചാരപാത എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ACയും DCയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. എന്നാൽ AC വോൾട്ടേജും DC വോൾട്ടേജും തമ്മിലുള്ള രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് AC വോൾട്ടേജിന് ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ലെവൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 230 വോൾട്ടേജ് സിംഗിൾ ഫേസിലും 3 ഫേസിൽ 415 വോൾട്ടും ആയിരിക്കും. ഇത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയി ഒരു ഫ്രിഡ്ജ് മേടിക്കും. ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ നമുക്ക് അവിടെ വോൾട്ടേജ് നോക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണ്, അവിടെ 230 വോൾട്ടേജ് ആയിരിക്കും ആ ഫ്രിഡ്ജിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്, സിംഗിൾ ഫേസിന്റെ കാര്യമാണ് ഈ പറയുന്നത്, 230 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളെ വീട്ടിലൊരു സോക്കറ്റിലേക്ക് നമുക്കിത് ഒന്നും നോക്കാതെ, വോൾട്ടേജ് നോക്കാതെ തന്നെ നമുക്ക് കൊണ്ടൊന്ന് പ്ലഗ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് 230 വോൾട്ടേജ് ആണ് സിംഗിൾ ഫേസ്. ആ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ലെവലാണ്, അത് മാറത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും അത് പ്ലഗ് ചെയ്യാനായിട്ട്, നമുക്കൊന്നും നോക്കാതെ തന്നെ പ്ലഗ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ DC വോൾട്ടേജ് അങ്ങനെയല്ല. DC വോൾട്ടേജ് ആ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചർ പറയും, എൻ്റെ മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് DC വോൾട്ടേജ് ഇത്രയേ ആകാവൂ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വോൾട്ടേജ് നോക്കേണ്ടി വരും. എന്തിൻ്റെ? DC മെഷീൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നമ്മൾ DCയിലും വർക്ക് ചെയ്യേണ്ടി വരും, ACയിലും വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ലോഡ് എന്ന് പറയുന്നത് ACയിൽ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ളതെല്ലാം DCയിലുമായിരിക്കും. അതായത് നമുക്ക് DC മെഷീൻസ് അല്ലെങ്കിൽ DC കമ്പോണൻസുകൾ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പം നമ്മൾ കൃത്യമായിട്ട് തന്നെ മാനുഫാക്ചറിന്റെ നെയിം പ്ലേറ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാകുന്നത് ഒന്നേ ഉള്ളൂ, നമ്മൾ DC മെഷീൻസ് കണക്ട് ചെയ്യുമ്പോൾ, അതായത് DC ഇക്വിപ്മെന്റ്സുകൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് അതിൻ്റെ നെയിം പ്ലേറ്റിൽ നോക്കി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വോൾട്ടേജ് എന്താണെന്നും കറണ്ട് എന്താണെന്നുള്ളത്, ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്താണെന്നുള്ളത് നമുക്കറിയാം, വോൾട്ടേജ് എന്താണെന്നും കറണ്ട് എന്താണെന്നും നമുക്കറിയാം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡെഡിക്കേഷനോട് കൂടി തന്നെ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തിൽ വോൾട്ടേജിന്റെ വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു കെറ്റിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു കെറ്റിലിനകത്ത് മാനുഫാക്ചർ പറയുന്നുണ്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. അതായത് 220/240 വോൾട്ട്. അപ്പൊ ഈ ഒരു വോൾട്ടേജ് മാത്രമേ ഇതിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇതിന് മേലോട്ടുള്ള വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കെറ്റിൽ കത്തിപ്പോവും. ഇതിന് താഴേക്കുള്ള വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ ഇത് ഡാമേജ് വരും. ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് അല്പമൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആവുന്ന ടൈം കൂടുതലെടുക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിൽ സേഫായിട്ട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 240 വോൾട്ട് വരെ ഈ ഒരു മെഷീനിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇതാണ് വോൾട്ടേജിന്റെ പ്രധാന വ്യത്യാസം. എന്നാൽ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ കറണ്ടിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 240 വോൾട്ട്, ഇവിടെ പവറും കൊടുത്തിട്ടുണ്ട് 2200 വാട്ട്സ് പവറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറണ്ട് എത്രയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കറണ്ട് കണ്ടുപിടിക്കുമ്പം എത്രയാണ് വരുന്നത്, നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 15 ആംപിയർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഈ 15 ആംപിയർ ആണ് ഇതിന് വേണ്ടുന്നത് ഓപ്പറേറ്റിംഗ്
ആംബിയർ ആയിട്ട് വേണ്ടുന്നത് 15 ആംബിയർ ആണ്. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ പറയുന്ന ടൈമിൽ ഹീറ്റ് ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോമർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമർ നമുക്ക് 100 ആംബിയർ തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഈ കെറ്റിൽ എടുക്കുന്നത് എത്രയായിരിക്കും? 15 ആംബിയർ എടുക്കുള്ളൂ. അതായത് 100 ആംബിയർ തരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമറിൽ നമ്മൾ 15 ആംബിയറിന്റെ ലോഡ് കണക്ട് ചെയ്താലും ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അതായത് ഇത് സേഫ് വർക്കിംഗ്. ഇതിന് എത്രയാണോ ആംബിയർ എടുക്കേണ്ടത് ആ ഒരു ആംബിയർ മാത്രമേ ആ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നും എടുക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം, വോൾട്ടേജ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും അളക്കാൻ പറ്റും. അതായത് നമുക്കൊരു ക്ലാം മീറ്റർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബാറ്ററിയിൽ അതിന്റെ പ്ലസിലും മൈനസിലും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ന്യൂട്രലും ലൈനിലും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര വോൾട്ടേജ് ഉണ്ട്, ലൈവ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ കറണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു ലോഡ് കണക്ട് ചെയ്താൽ മാത്രമേ അതിൽ കൂടെ എത്ര ഇലക്ട്രോൺസ് ഒഴുകുന്നുള്ളത് അല്ലെങ്കിൽ എത്ര കറണ്ട് എടുക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് വിത്തൗട്ട് ലോഡിൽ കറണ്ട് അളക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കഴിയില്ല. വോൾട്ടേജ് വിത്ത് ലോഡിലും വിത്തൗട്ട് ലോഡിലും നമുക്ക് അളക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അപ്പൊ ഇത്തരം വ്യത്യാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് സിങ്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. കാരണം നമുക്കൊരു പാനൽ കിട്ടിക്കഴിഞ്ഞാൽ പാനൽ ഡാമേജ് ആണോ അല്ലെങ്കിൽ അത് ഗുഡ് കണ്ടീഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഓക്കെ.